വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞിരുന്നു. ഒരിക്കലൊരു ബിഷപ്പ് കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു. 2 പേർക്ക് താമസിക്കാനുള്ള മുറിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സഹയാത്രികനെ കണ്ടപ്പോൾ തന്നെ ബിഷപ്പിനൊരു വിശ്വാസക്കുറവ്. കൂടെ യാത്ര ചെയ്യുന്ന ആള് അത്ര പന്തിയല്ലെന്ന് ബിഷപ്പിന് തോന്നി. മുഖലക്ഷണം അത്ര വിശ്വസനീയമല്ല. തൻ്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇയാൾ രാത്രിയിൽ മോഷ്ടിച്ചാലോ എന്നൊരാശങ്ക ബിഷപ്പിനുണ്ടായി. പിന്നെ ഒട്ടും വൈകിയില്ല, തൻ്റെ സ്വർണ്ണ വാച്ചും സ്വർണ്ണ കുരിശുമാലയും പണവും എടുത്ത് കപ്പലിലെ സെക്യൂരിറ്റി ഓഫീസറെ ഏൽപ്പിച്ചു. അദ്ദേഹം ബിഷപ്പിനോട് ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ എൻ്റെ കയ്യിൽ തരുന്നത്? ബിഷപ്പ് പറഞ്ഞു, എൻ്റെ സഹയാത്രികനെ കണ്ടിട്ട് അത്ര പന്തിയായി തോന്നിയില്ല. എൻ്റെ സഹയാത്രികൻ്റെ മുഖം കണ്ടിട്ട് അത്ര വിശ്വസ്തനാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കാൻ തന്നതാണ്. സെക്യൂരിറ്റി ഓഫീസർ ബിഷപ്പിനോട് ഒരു മറുപടി പറയുന്നുണ്ട്. താങ്കളുടെ സഹയാത്രികനും അങ്ങയെ സംശയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇപ്പോൾ ഏൽപ്പിച്ച് പോയിട്ടേ ഉള്ളൂ. ബിഷപ്പായ താങ്കളെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇപ്പോൾ ഏൽപ്പിച്ചതേ ഉള്ളൂ. മുഖം വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ മുഴക്കമുള്ള ഒരു പദമാണ് ഈ മുഖം. ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ ഹാർട്ട്. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരുപാടിടങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും മുഖം എന്ന വാക്ക് ആവർത്തിക്കുന്നത് കാണാം. ഈ വാക്ക് ഒരു സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം പൊയ്മുഖങ്ങളുടെ കാലമാണ്, കപടമുഖങ്ങളുടെ കാലമാണ്. ആര് വിശ്വസിക്കണം? ആര് പറയുന്നതാണ് ശരി? ആരെയാണ് അംഗീകരിക്കേണ്ടത്? ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വല്ലാതെ കുഴഞ്ഞ് മറിയുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. മനുഷ്യരുടെ മുഖങ്ങൾ മാറി മറിയും. കപടലോകം, പൊയ്മുഖങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഈ മുഖം എന്ന വാക്ക് നമുക്ക് മുഖവിലക്കെടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കയ്യീനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ മുഖം വാടുന്നത് എന്ത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം ഒരു കുടുംബത്തിലെ 2 മക്കൾ കുടുംബത്തിനകത്തുണ്ടായ അകലം നിമിത്തം ഇരുദിശകളിൽ 20 വർഷങ്ങളോളം അകന്ന് വസിച്ചിട്ട് യാക്കൂബും ഏശാവും തമ്മിൽ കാണുമ്പോൾ അവർ എതിരേൽക്കുകയും ആലിംഗനം ചെയ്യുകയും 2 പേരും കരയുകയും കഴുത്തിൽ വീണ് ചുംബിക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു ദൃശ്യം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലുണ്ട്. അവിടെ ഏശാവ് യാക്കോബിനെ ചുംബിച്ചും കണ്ണുനീർ വാർത്തുമൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. യാക്കോബ് പറയുകയാണ്, സഹോദരാ, ഇപ്പോൾ നിന്നെ കണ്ടാൽ ദൈവത്തെ പോലെ ഇരിക്കുന്നു. യു റിസംബിൾ ഗോഡ്. ഇപ്പോൾ നിന്റെ മുഖം കണ്ടാൽ ദൈവത്തെ പോലെ ഇരിക്കുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖം പ്രകാശിക്കുന്നതായി കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ആരാധനകളിലെ ആശീർവാദങ്ങളിൽ സംഖ്യാപുസ്തകം 6-ാം അധ്യായം 25-26 വാക്യങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കാറുണ്ട്. ആശീർവാദം നൽകുമ്പോൾ പറയുന്ന വചനം ഇതാണ്: യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് ഉയർത്തി കൃപയും സമാധാനവും നൽകട്ടെ. സങ്കീർത്തനങ്ങൾ മുഖങ്ങളുടെ ഒരു കലവറയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ മുഖം എന്ന വാക്ക് സങ്കീർത്തനങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. 17-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖം കാണും. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. 27-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ കൽപ്പന എൻ്റെ മുഖം അന്വേഷിപ്പിൻ. 105-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം, യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. എന്ത് മനോഹരമായ രൂപാന്തരീകരണത്തിൻ്റെ കാഴ്ചയാണത്! ക്രിസ്തുവിൻ്റെ മുഖം സൂര്യൻ്റെ ശോഭയുള്ളതായി ആളുകൾക്ക് അനുഭവപ്പെട്ടു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. യുഗാന്ത്യ പ്രത്യാശയെ മനോഹരമായി പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരം യാക്കോബ് ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളിനോട് ഒക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം,
ദൈവത്തിൻ്റെ മുഖം, കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലം. ഒടുവിൽ വെളിപാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ 22-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ മനോഹരമായ ഒരു നിത്യ ദർശനത്തെ രേഖപ്പെടുത്തിയാണ്. ആ ദർശനം നമുക്കെല്ലാവർക്കും അറിയാം. ശുഭ്ര ജീവജല നദി, ഇരുകരയിലും ഫലം കായ്ക്കുന്ന ജീവവൃക്ഷം, ഇലകളിലൂടെ രോഗശാന്തി, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും, അവർ അവൻ്റെ മുഖം കാണും. ഇങ്ങനെ മുഖങ്ങളുടെ പുസ്തകം, മുഖത്തിൻ്റെ നിരവധി വ്യാഖ്യാനങ്ങൾ, മുഖത്തിൻ്റെ വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. വ്യക്തിപരമായ ബൈബിൾ പഠനങ്ങൾക്കും ദൈവശാസ്ത്ര ബോധ്യങ്ങൾക്കും കുറെ കൂടി അഴകും ആഴവുമൊക്കെ ലഭിച്ചത് ഒരുപക്ഷെ സെമിനാരി പഠനത്തെക്കാൾ കുറെ കൂടി ഈ വചനം വ്യാഖ്യാനിക്കുന്നതിന് സഹായകരമായത് ഫാദർ ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയവയൽ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്തൊരു ചോദ്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം പകർന്നു നൽകുകയാണ്. നമ്മെ ഉലച്ചു കളയേണ്ട ഒരു ചോദ്യം, നമ്മെ അസ്വസ്ഥമാക്കേണ്ട ഒരു ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത് ആരാണ്? അവിശ്വാസിയാണോ അതോ വിശ്വാസിയാണോ? ഒരു ക്ഷമാപണത്തോടുകൂടി അച്ഛൻ അതിന് താഴോട്ട് വിവരിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നത് അവിശ്വാസിയല്ല, വിശ്വാസിയാണ്. ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ മുഖാന്തരമാണ്, ഭക്തർ മുഖാന്തരമാണ്. ദൈവത്തെ കാര്യമായി എടുക്കാത്ത വിശ്വാസി, ദൈവത്തെ കാര്യം കാണാൻ വേണ്ടി മാത്രം എടുക്കുന്ന വിശ്വാസി, ദൈവത്തെ കേവലം ഒരു ആഭരണമായി മാത്രം എടുക്കുന്ന വിശ്വാസി, ഞായറാഴ്ചകളിൽ മാത്രം ഈ ദൈവമെന്ന ആഭരണം എടുത്ത് അണിയുകയും ബാക്കി 6 ദിവസം അഴിച്ചു മാറ്റി വയ്ക്കുന്ന ആഭരണം കണക്കെ ദൈവത്തെ കാണുന്ന വിശ്വാസി. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നീട് ഇങ്ങോട്ട് മനുഷ്യൻ ദൈവത്തെ മനുഷ്യൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞ് സ്വന്തം സൗകര്യത്തിനും സ്വാർത്ഥതയ്ക്കും ദൈവത്തെ ഉപയോഗപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ്. എന്തിനാണ് ദൈവം സ്വന്തം കാര്യങ്ങളെ, സ്വന്തം നേട്ടങ്ങളെ, സ്വന്തം ലാഭങ്ങളെ വരുതിയിലാക്കാനുള്ള നെട്ടോട്ടം ഈ ദൈവത്തെ വല്ലാതെ വികൃതമാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം ചില സവിശേഷമായ ചോദ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം നൽകണം. 3 ചോദ്യങ്ങൾ. 1, എങ്ങനെയാണ് നമ്മുടെ സമൂഹവും സഭയുമൊക്കെ ഇത്രത്തോളം വികലവും വികൃതവുമായി മാറിയത്? 2, ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുന്നത് ആരാണ്? 3, ദൈവമുഖം വീണ്ടെടുക്കാൻ, ദൈവീക ഛായ, പ്രതിച്ഛായ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുമോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശമാണ് ഇന്ന് കുറിവാക്യമായി നാം ശ്രദ്ധിച്ച ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ വാക്യം എങ്ങനെയാണ്? പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞിരുന്നു. The eyes of all in the synagogue were fixed on him. യേശുവിൽ ബലപ്പെട്ടിരുന്നു, യേശുവിൽ പതിഞ്ഞിരുന്നു, യേശുവിൽ ശ്രദ്ധിച്ചിരുന്നു, യേശുവിനെ നോക്കിയിരുന്നു. യേശുവായിരുന്നു ശ്രദ്ധാകേന്ദ്രം, യേശുവായിരുന്നു മുൻഗണന, യേശുവായിരുന്നു അടിസ്ഥാനം. അവരുടെ കണ്ണുകൾ യേശുവിൽ ഉറച്ചിരുന്നു. വികലവും വികൃതവുമായ പരിസരങ്ങൾക്കുള്ള പരിഹാരമാണ് യേശുവിൽ പതിയുക, യേശുവിങ്കൽ പതിയുക. ദൈവമുഖം അന്വേഷിക്കാനും ആഴപ്പെടാനും തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുനഃസ്ഥാപിക്കാൻ ഏഴകളാകുന്ന നമ്മിലൂടെയും സാധ്യമാണ്. നമുക്ക് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം, ദൈവത്തിങ്കിലേക്ക് നോക്കാം. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പരിഹാരം. ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 പ്രത്യേകതകളെങ്കിലും ആ ദൈവമുഖത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവത്തിലാണ് നമ്മുടെ നോട്ടമെങ്കിൽ, ദൈവത്തിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ, ആ ദൈവമുഖത്തിൽ നിന്ന് നമുക്ക് കൈവരുന്ന 3 പാഠങ്ങൾ. 1, ദൈവത്തിൻ്റെ മുഖം പ്രസന്നതയുടെ മുഖമാണ്. റേഡിയൻറ്റ് ഫേസ്, ഫേസ് ഓഫ് റേഡിയൻറ്റ്. പ്രസന്നമായ മുഖമാണ്, ആനന്ദവും സന്തോഷവും നിറയുന്ന ഒരു മുഖമാണ് യേശുവിൻ്റെ മുഖം. പക്ഷേ നിർഭാഗ്യവശാൽ യേശുവിനെ വരയ്ക്കുമ്പോൾ, നമ്മുടെ ചിത്രകാരന്മാർ യേശുവിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഏറിയ പങ്കും യേശുവിൻ്റെ മുഖത്ത് ഒരു ദുഃഖം തളം കെട്ടിയിരിക്കുന്നതായി കാണാം. യേശുവിൻ്റെ മുഖത്തൊരു മ്ലാനത, യേശുവിൻ്റെ മുഖത്തൊരു സന്തോഷക്കുറവ്, യേശുവിൻ്റെ മുഖത്ത് സന്തോഷം കാണാൻ കഴിയാത്ത വിധം ചിത്രങ്ങൾ നമ്മുടെ ഭവനങ്ങളിലുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ യേശുവിൻ്റെ ഭാവം? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം, 17-ാം അധ്യായം 13-ാമത്തെ വാക്യം: എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഇതാണ് ദൈവിക ഭാവം. നിറഞ്ഞ സന്തോഷത്തോടെ, പ്രസന്നമായ മുഖത്തോടെ ദൈവം നമ്മോട് ഇടപെടുന്നുണ്ട്. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ അടിസ്ഥാന ഭാവം ഈ പ്രസന്നതയുടെ ഭാവമാകണം. പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, ക്ലേശങ്ങളുണ്ട്,
നെടുവീർപ്പുകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്. എങ്കിലും ഒരു ദൈവവിശ്വാസി പുലർത്തേണ്ട ഭാവമാണ് പ്രസന്നതയുടെ ഭാവം. ആനന്ദത്തിൻ്റെ അഴക് നമ്മുടെ ജീവിതങ്ങളിലും മുഖത്തിലും തെളിയണം. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു. ആ കാരാഗ്രഹത്തിൻ്റെ കഷ്ടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഇതൊന്നും പൗലോസിനെ തളർത്തിക്കളയുന്നില്ല. ജയിലിൻ്റെ ഉള്ളിൽ സുവിശേഷ നിമിത്തം ഉപദ്രവിക്കപ്പെടുകയും സത്യദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് കാരാഗ്രഹത്തിലാകുകയും ചെയ്ത പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ആ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയത് ഇങ്ങനെയാണ്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കാരാഗ്രഹത്തിൻ്റെ കഠിനതയിലും കയ്പിലും പൗലോസ് എഴുതി എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷമാകട്ടെ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാവം, ദൈവം നൽകുന്ന ആനന്ദമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അഴക്. ആ ഒരു ചെറിയ ലേഖനത്തിൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ചെറിയ ലേഖനത്തിൽ ഏതാണ്ട് 17 പ്രാവശ്യമാണ് സന്തോഷം സന്തോഷം എന്ന് പൗലോസ് ആവർത്തിക്കുന്നത്. പ്രസന്നതയുടെ മുഖം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ദൈവം കാംക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രസന്നമായ ഭാവം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ഏത് കഷ്ടങ്ങളിലും നമുക്ക് ആ പ്രസന്നത സാധ്യമാണ്. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ ജീവിതങ്ങളിൽ ദുഃഖം നിറയും. നമ്മുടെ ചുറ്റുമുള്ളവരുടെ മുഖങ്ങളിലേക്ക് നോക്കിയാൽ ആ സങ്കടങ്ങളിൽ നമ്മളും നൊമ്പരപ്പെടും. പക്ഷേ നോക്കാനൊരിടമുണ്ട്, സന്തോഷത്തിന് വകയുണ്ട്. ആ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നതാണ് ഒന്നാം പാഠം. പ്രസന്നതയുടെ മുഖമാണ് ദൈവത്തിൻ്റെ ഭാവം. 2, ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിന് എപ്പോഴും ആരെയും പരിഗണിക്കുന്ന ഒരു പ്രകൃതം യേശുവിനുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഭാവം. ആരെയും മാറ്റി നിർത്തുകയില്ല, ആരെയും ഒഴിവാക്കുകയില്ല, ആരെയും തള്ളിക്കളയുകയില്ല. ദൈവത്തിലേക്ക് വരുന്ന ആളുകളെ ചേർത്ത് നിർത്തും. പരിഗണനയുടെ മുഖം, ഫേസ് ഓഫ് റിഗാർഡ്. ഇതാണ് ദൈവത്തിൻ്റെ 2ാം ഭാവം. ഭ്രഷ്ട് കൽപ്പിച്ച് അവഗണിക്കപ്പെട്ട് ആരോരുമില്ലാത്ത എത്രയോ ആയിരങ്ങളെ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ദളിത് ആദിവാസി സൺഡേയാണ്. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്ഥാനങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഇത്തരം ദളിത് ആദിവാസി വിഭാഗങ്ങളെ അവഗണിക്കുകയും ചവിട്ടിയരയ്ക്കുകയും നീതി നിഷേധിക്കുകയും ദരിദ്ര ജനവിഭാഗങ്ങളെ എന്നേക്കുമായി അഗ്നിയിലേക്ക് തള്ളിവിടുന്ന ജീവിതത്തിൻ്റെ സങ്കട കാഴ്ചകൾ നമ്മൾ വസിക്കുന്ന ഈ രാജ്യത്തുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഭാവം ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാതെ, പുകയുന്ന തിരി കെടുത്തിക്കളയാതെ സൂക്ഷിക്കുന്ന കർത്താവ്. ഒരുപക്ഷെ യേശുവിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം, യേശുവിനെതിരെ ഉയർന്ന കുറ്റം പോലും യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും അവരോടൊപ്പം ജീവിക്കുകയും അവരോടൊപ്പം പന്തിഭോജനം കഴിക്കുകയും യേശുവിൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല, ഈ സമൂഹത്തിൻ്റെ സാധാരണ ആളുകളിലേക്ക് യേശു തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നു എന്നതായിരുന്നു യേശുവിനെതിരെയുള്ള ആരോപണം, പ്രത്യേകിച്ച് പരീശന്മാരുടെ ആരോപണം. ഇന്ന് പഴയ നിയമ പാഠമായി നാം ശ്രദ്ധിച്ച മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം 3 വാക്കുകൾ അടിവരയിടണം: ന്യായം, ദയ, താഴ്മ. ദയാതൽപരരായിരിക്കാൻ മറ്റൊന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. ആ മീഖായുടെ പ്രവചനം 6-ാം അധ്യായത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്താൽ നീ എന്നിൽ പ്രസാദിക്കുമോ? ഞാൻ ദൈവാലയത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്താൽ നീ എന്നിൽ പ്രസാദിക്കുമോ? ഞാൻ കുറേ നേർച്ചയും കൂടിയ മാസവരിയും കൂടിയ നന്മകളൊക്കെ നൽകിയാൽ ദൈവം പ്രസാദിക്കുമോ? ഇല്ലേ ഇല്ല. കൂടുതൽ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് കരുതരുത്, അത് മൗഢ്യമാണ്. ദൈവത്തിന് കൂടുതൽ കൊടുത്ത് ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. മീഖാ പ്രവചനം പറയുകയാണ്: മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരികയാണ്. 3 കാര്യങ്ങൾ. 1, ന്യായം, നീതിയോടെ ജീവിക്കുക, അനീതിയുടെ അടിമയാകാതിരിക്കുക. 2, നമ്മുടെ പരിസരങ്ങളിൽ ദയാവായ്പോടുകൂടി ഇടപെടാൻ കഴിയുക, ദയയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. 3, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ വിനയത്തോടെ ദൈവത്തിലുള്ള വിശ്വസ്തയോടുകൂടി നടക്കാൻ കഴിയുമോ? അതാണ് മനുഷ്യ നിനക്ക് നല്ലത്. അല്ലാതെ ഹോമയാഗങ്ങളിലും നേർച്ചകളിലും അർപ്പണങ്ങളിലും ദൈവത്തെയും ദൈവാലയത്തെയും പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ തെറ്റിപ്പോവുകയാണ്. എന്താണ് സഭയെന്നും എന്താണ് ആത്മീയതയെന്നും എന്താണ് ആരാധനയെന്നും എന്താണ് വിശ്വാസ ജീവിതമെന്നും സജീവ ശ്രദ്ധയോടെ പരിഗണിക്കുമ്പോൾ കുറെ കൂടുതൽ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് കരുതരുത്. 113-ാം സങ്കീർത്തനം: എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, സാധാരണ ജനത്തെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം, വന്ധ്യതയിൽ വലഞ്ഞവരെ വീട്ടിൽ കൈക്കൊള്ളുന്ന ദൈവം. ഇതാണ് ദൈവത്തിൻ്റെ ഭാവം, ഇതാണ് ദൈവത്തിൻ്റെ മുഖം. ഗലാത്യർ ലേഖനം നാം ഇന്ന് പാഠമായി ശ്രദ്ധിച്ച ഗലാത്യർ 3:26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ: ക്രിസ്തു വിശ്വാസത്താൽ എല്ലാവരും ദൈവമക്കൾ, സ്നാനമേറ്റ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ വേർതിരിവുകളില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റക്കുറച്ചിലുകളില്ല, വേർതിരിവുകളില്ല. ദൈവം നമ്മെ പലതരത്തിൽ പരിഗണിക്കുന്ന ദൈവമല്ല.
ദൈവം നമ്മെ എല്ലാവരെയും പരിഗണിക്കുന്ന ദൈവമാണ്. യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ ആണോ പെണ്ണോ എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. ഈ പരിഗണനയുടെ മുഖം നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കാൻ കഴിയുമോ? ഈ ദൈവഭാവം. ജേക്കബ് മഞ്ഞോളി അച്ഛൻ വളരെ മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ്റെ ഒരു ചെറിയ വീഡിയോ ഈ ഇടയ്ക്ക് വൈറലായി. ജേക്കബ് മഞ്ഞോളി അച്ഛൻ അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ പള്ളിയിലെ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഫോൺ നല്ല ശബ്ദത്തിൽ ഫോണിൻ്റെ നാദം ഉയർത്തി. ഈ ഫോണിൻ്റെ ശബ്ദം ഈ ആരാധനയെയും ആളുകളെയും ഒക്കെ അലങ്കൂലമാക്കിയപ്പോൾ ആ പള്ളിയിലെ പുരോഹിതൻ വളരെ ആവേശത്തോടെ മൈക്കിനടുത്തേക്ക് വന്നിട്ട് ആ ഫോണിൻ്റെ ശബ്ദം കേൾപ്പിച്ചവനെ ശപിക്കുകയും അവനെ വല്ലാതെ ദുഷിക്കുകയും ഇത്രയും ആളുകൾ കൂടിയിരുന്ന ഇടത്ത് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തുകയും അവൻ വല്ലാതെ വേദനിച്ച് ആ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഫോണ് ഒന്ന് ശബ്ദിച്ചു എന്നതാണ് കാരണം. സ്വാഭാവികമായും ഈ ആലയത്തിൽ നിന്നൊരു വിഷമം തോന്നിയപ്പോൾ ആ മനുഷ്യൻ നേരെ ബാറിലേക്കാണ് പോയത്. ബാറിൽ ചെന്ന് അദ്ദേഹം ചില സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴിങ്ങനെ ഈ മദ്യം കഴിക്കുന്നതിനിടയിൽ അബദ്ധവശാൽ കൈതട്ടി ഒരു ഗ്ലാസ് തറയിൽ വീണു. അപ്പോൾ മനോഹരമായി യൂണിഫോം ധരിച്ചൊരു പെൺകുട്ടി ഓടി വരുന്നുണ്ട്. ഡോൺ വറി സാർ, സാരമില്ല, കുഴപ്പമില്ല, ഈ ഗ്ലാസ് വീണുടങ്ങിയതിൽ കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാം, ഈ നഷ്ടപ്പെട്ടു പോയതിന് പകരം നൽകാം, സാർ വിഷമിക്കില്ല, ഡോൺ വറി. പിന്നെ അദ്ദേഹം ബാറിലെ സ്ഥിരവാസിയായി എന്നതാണ് കഥ, എന്നതാണ് ചരിത്രം. ഈ പള്ളി കൊണ്ട് എത്രയോ പേർക്ക് വിശ്വാസം നഷ്ടമായി പോയിട്ടുണ്ട്. നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ മത്സര മനോഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ മർക്കട മുഷ്ടി കൊണ്ട്, നമ്മുടെ ശാഠ്യങ്ങൾ കൊണ്ട് എത്രയോ പേര് ഈ പള്ളി വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ചില ശീലങ്ങൾ മുഖാന്തരം ഇനി ആ പള്ളിയിലെ ആരാധനയ്ക്കില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയ, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മങ്ങിപ്പോയ, മരവിച്ചു പോയ എത്രയോ ആളുകൾ നമ്മുടെയും ജീവിതാനുഭവമാണ്. ദൈവം പരിഗണനയുടെ ദൈവമാണ്, സാരമില്ലെന്ന് പറയുന്ന ദൈവം, ചേർത്ത് നിർത്തുന്ന ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, തള്ളിക്കളയാതെ ചേർത്ത് കരം പിടിച്ച് നടത്തുന്ന ദൈവം. ഈ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നമ്മുടെ നോട്ടം പതിയേണ്ടത്, പരിഗണനയുടെ ദൈവം. 3, ഈ ദൈവമുഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു സഹനത്തിൻ്റെ ഭാവം കാണാം. സഹനത്തിൻ്റെ ദൈവം, ഫേസ് ഓഫ് റെസീലിയൻസ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് മറ്റൊരു പേര്, ഒരുപക്ഷെ നമ്മുടെ പഠനങ്ങൾക്കിടയിൽ വിളിക്കുന്നൊരു പേര് സഹനദാസൻ എന്നാണ്. യേശുവിനെ കഷ്ടപ്പെടുന്ന ദാസൻ, സഹനദാസൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 67-ാമത്തെ വാക്യം, അപ്പോൾ അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പി. പീഡയും കഷ്ടതയും അപമാനവും പരിഹാസവും നേരിട്ട മുഖമാണ് യേശുവിൻ്റെ മുഖം. ബെത്ലഹേം മുതൽ കാൽവരി വരെ യേശുവിൻ്റേത് സഹനത്തിൻ്റെ പാതയായിരുന്നു. യേശുവിൻ്റെ ജനനത്തിൽ തന്നെ ഭരണാധിപനായ ഹേരോദാവ് ഭീഷണി മുഴക്കി. യേശുവിൻ്റെ ശുശ്രൂഷാകാലം ഭീഷണിയുടെ കാലമായിരുന്നു. യേശുവിനെ കൊല്ലാൻ ഭാവിച്ച കാലം ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പള്ളിയിലുള്ളവർ യേശുവിനെ തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ ഭാവിക്കുന്ന കാലം. ആ ചരിത്രത്തിന് ഇന്നും മുടക്കം വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം നമ്മൾ അടിവരയിടണം. ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത് ആരാണ്? ഈ യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്, യേശുവിനെ പിന്നെയും പിന്നെയും പീഡനങ്ങളും വേദനകളും നൽകി യേശുവിനെ പിന്നെയും കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞു. ആ യെരുശലേമിനെ നോക്കി മനസ്സലിഞ്ഞ് കരയുന്ന കർത്താവ് ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ, ചേർത്തണയ്ക്കാൻ ശ്രമിച്ചതുപോലെ ഞാൻ നിങ്ങളെയും ചേർത്ത് പിടിക്കാൻ മനസ്സായിരുന്നു. ഞാൻ നിങ്ങളെയും കൈക്കൊണ്ടതാണ്, നിങ്ങളെയും മാറോട് ചേർത്തതാണ്, പക്ഷേ നിങ്ങൾക്ക് മനസ്സായില്ല. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം യേശു തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ത്? യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം, ലോകം കഷ്ടങ്ങൾ നിറഞ്ഞതാണ്, പക്ഷേ അധൈര്യപ്പെടരുത്, ഭാരപ്പെടരുത്. കഷ്ടലോകമാണ്, പക്ഷേ നാഥൻ നമ്മെ കൈവിടുന്നില്ല. നല്ല മനുഷ്യർക്കും വിശുദ്ധന്മാർക്കും എല്ലാം സഹനങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. ഒരു പച്ചിലപ്പുഴു എങ്ങനെ ഒരു ചിത്രശലഭമായി മാറുന്നു എന്ന് പഠിപ്പിക്കാൻ അദ്ദേഹം പക്വമായ ഒരു കൊക്കൂൺ ക്ലാസിൻ്റെ മുൻപിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. ഒരു കൊക്കൂൺ മുൻപിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ ഈ കൊക്കൂൺ പൊളിഞ്ഞ് ചിത്രശലഭം പുറത്തു വരും. ആരും അതിനെ സഹായിക്കരുത്, സ്വന്തം പരിശ്രമം കൊണ്ട് അത് കരുത്താർജിച്ച് പുറത്തേക്ക് വരും. ഇത് പറഞ്ഞ് അധ്യാപകൻ ക്ലാസ്സിന് പുറത്തേക്ക് പോയി. കാത്തിരിപ്പിൻ്റെ നേരമാണ്. കൊക്കൂണിനെ തോട് പൊട്ടിച്ച് മനോഹരമായ അഴകുള്ള ചിത്രശലഭം പുറത്തു വരാൻ വേണ്ടി കുഞ്ഞുങ്ങളിങ്ങനെ കാത്തിരുന്നു. നോക്കുമ്പോൾ കൊക്കൂൺ തീവ്ര ശ്രമം നടത്തുകയാണ്. പുറന്തോടിൽ മുട്ടിയും ഇടിച്ചും പുറത്തേക്ക് വരാനുള്ളൊരു ശ്രമം ഈ കൊക്കൂണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി, സങ്കടം തോന്നി. കൊക്കൂണിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മനസ്സറിഞ്ഞ കുട്ടി ആ കൊക്കൂണിൻ്റെ പുറന്തോട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശലഭത്തിന് പിന്നീട് ആയാസം ഉണ്ടായില്ല, കാരണം പുറന്തോട് പൊട്ടിയതുകൊണ്ട് അത് പുറത്തു വന്നു.
പക്ഷെ ചിറക് വിടർത്താൻ നോക്കുമ്പോൾ ചിറക് വിടരുന്നില്ല. പറന്നുയരാൻ നോക്കുമ്പോൾ പറക്കാൻ കഴിയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ഈ ശലഭം നിർജീവമായി. കൊക്കൂൺ അതിൻ്റെ സ്വാഭാവികമായ സഹനങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയുമാണ് മനോഹരമായി ഒരു ചിത്രശലഭമായി മാറുന്നത്. അതിനെ സഹായിച്ച് ദ്രോഹിക്കരുത്. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കൊക്കൂണിനകത്ത് നിന്ന് പുറത്ത് കിടക്കാനുള്ള തീവ്ര ശ്രമത്തിലൂടെയാണ് വേണം കരുത്താർജിക്കാൻ. നമ്മുടെ ആത്മീയ ജീവിതവും അത്തരമൊരു പാതയാണ്. കഷ്ടങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും നമ്മുടെ അഴക് വർദ്ധിക്കുകയാണ്. ചിറക് ബലപ്പെടും, ശക്തി ആർജിക്കുക തന്നെ ചെയ്യും. പ്രതിസന്ധികൾ തളർത്താനല്ല, കരുത്താർജിക്കാനാണ്. ഒരു കപ്പൽ ആടി ഉലയുന്നു. യാത്രക്കാർക്ക് വല്ലാത്ത ഭയം. ശബ്ദമുയരുന്നു. ഇനി രക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ല. ഈ കപ്പലിലെ മുഴുവൻ ആളുകളും നശിക്കും. ആർക്കും തമ്മിൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ ഭീകരമായ തിരകളും കാറ്റും അസ്വസ്ഥതകളും കൊണ്ട് ആടി ഉലയുന്നു. ഒരു യാത്രക്കാരൻ എങ്ങനെയൊക്കെ കഷ്ടം സഹിച്ച കപ്പിത്താൻ്റെ അടുത്തെത്തി. പക്ഷെ കപ്പിത്താനോടും സംസാരിക്കാൻ കഴിയുന്നില്ല. ശബ്ദം കേൾക്കുന്നില്ല. അത്രമേൽ അസ്വസ്ഥമായിരിക്കുകയാണ് ഈ കപ്പൽ. പക്ഷേ ആ യാത്രക്കാരൻ ഈ കപ്പിത്താനെ ചെന്ന് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് യാത്രക്കാരിലേക്ക് വന്നു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഓൾ ഈസ് വെൽ, ഐ ഹാവ് സീൻ ക്യാപ്റ്റൻസ് ഫേസ് ആൻഡ് ഹി സ്മൈൽഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കപ്പിത്താനോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ കപ്പിത്താന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. ആ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട. കപ്പലാടി ഉലയുകയാണ്. ക്ലേശങ്ങളാണ് ചുറ്റുപാടും. സഭയിലായാലും സമൂഹത്തിലായാലും ഒരുപാട് അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ ആടി ഉലയുകയാണ്. പരസ്പരം കേൾക്കാൻ കഴിയാത്ത വിധം, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം, അംഗീകരിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ അസ്വസ്ഥതകളുടെ പെരുമഴ നിറയുകയാണ്. പക്ഷേ നമ്മൾ സങ്കടപ്പെടേണ്ട. നമ്മൾ ആരും വേവലാതിപ്പെടേണ്ട. നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഡോണ്ട് ബി അഫ്രെയ്ഡ്. കാരണം നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം, നമ്മുടെ കപ്പിത്താൻ്റെ മുഖത്ത് ഇപ്പോഴും ആ പ്രസന്ന ഭാവമുണ്ട്. നമ്മുടെ കപ്പിത്താൻ ചിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് വളരെ ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ മുഖം വികൃതമാകാൻ നമ്മുടെ ജീവിതം അനുവദിച്ചുകൂടാ. ദൈവനാമം ദുഷിക്കപ്പെടാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കാരണമാകരുത്. ദൈവം വീണ്ടും ക്രൂശിക്കപ്പെടാൻ, വീണ്ടും കരയുവാൻ, ദൈവം വല്ലാതെ സങ്കടപ്പെടാൻ നമ്മൾ കാരണമാകരുത്. 3 കാര്യങ്ങൾ. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ മുഖം പ്രസന്നതയുടെ മുഖമാണ്, റേഡിയൻസ്. ആ മുഖം പരിഗണനയുടെ മുഖമാണ്, റിഗാർഡ്. ആ മുഖം സഹനത്തിൻ്റെ മുഖമാണ്, റെസീലിയൻസ്. റേഡിയൻറ്റ്, റിഗാർഡ് ആൻഡ് റെസീലിയൻസ്. ദൈവമേ, നിന്റെ മുഖം അന്വേഷിക്കാൻ എന്നെ സഹായിക്കണമേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ പ്രസന്നമായ, എല്ലാവരെയും പരിഗണിക്കുന്ന സഹനത്തിൻ്റെ ഈ ആത്മീയ സഞ്ചാരം നമുക്കും സാധ്യമാണ്.